ഉയർപ്പവിടെ പുനരധിവാസം എന്തായി എന്ന ചോദ്യത്തിന്മേലുള്ള മീഡിയ വൺ ലൈവത്തോൺ ചൂരൽമലയിൽ നിന്ന് തുടരുകയാണ് നമ്മൾ. എവിടെ എത്തി നിൽക്കുന്നു അവരുടെ പുനരധിവാസം? സ്ഥായിയായ പുനരധിവാസത്തിന് ഇനി എത്ര നാൾ കാത്തിരിക്കണമെന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. മുണ്ടക്കൈ ദുരിതബാധിതർക്ക് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും പ്രഖ്യാപിച്ച വീട് നിർമ്മാണവും പൂർണ്ണാർത്ഥത്തിൽ നടപ്പായില്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഏതാനും വ്യക്തികളും ജംഇയ്യത്തുൽ ഉലമായെ പോലുള്ള സംഘടനകളുമാണ് ഇതുവരെ വീടുകൾ നിർമ്മിച്ചു കൈമാറിയത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഭവന നിർമ്മാണവും ഇതുവരെ തുടങ്ങാനായിട്ടില്ല. റിപ്പോർട്ടിലേക്ക്. ദുരിതബാധിതർക്ക് ആശ്വാസമേകാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും രംഗത്തെത്തിയിരുന്നു. ആ സമയത്ത് അവർ നിർവഹിച്ച ദൗത്യം അത്ര ചെറുതുമല്ല. സ്ഥിരം പുനരധിവാസം എന്ന നിലയിൽ വീടുകളടക്കം പലരും വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനത്തിന്റെ പുരോഗതി പരിശോധിക്കുകയാണ് മീഡിയ വൺ ഈ ഒന്നാം വാർഷികത്തിൽ. നാഷണൽ സർവീസ് സ്കീമാണ് ഏറ്റവും കൂടുതൽ വീടുകൾ വാഗ്ദാനം ചെയ്തത്. 150 വീടുകൾ സർക്കാർ ഫണ്ടിലേക്ക് പണം നൽകിയാണ് അവർ ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടിയും കർണാടക സർക്കാരും 100 വീടുകൾ വീതം വാഗ്ദാനം ചെയ്തിരുന്നു. സ്ഥലമേറ്റെടുപ്പ് ഘട്ടത്തിലാണ് രണ്ടു കൂട്ടരും. പട്ടയ പ്രശ്നം കാരണം സ്ഥലമേറ്റെടുപ്പ് വൈകുകയാണ്. 100 വീടുകൾ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് സ്ഥലം ഏറ്റെടുത്തെങ്കിലും നിർമ്മാണം തുടങ്ങാറായിട്ടില്ല. പട്ടയ പ്രശ്നം ഉന്നയിച്ച് സ്ഥലമുടമകൾക്ക് നോട്ടീസ് നൽകിയതാണ് കാരണം. ഭവന നിർമ്മാണം വൈകിപ്പിക്കാൻ സർക്കാർ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുള്ള പരാതി മുസ്ലിം ലീഗിനുണ്ട്. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി ഭവന നിർമ്മാണത്തിന് വഴിയൊരുക്കണമെന്നാണ് കോൺഗ്രസും ആവശ്യപ്പെടുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എംപിമാരുടെ യോഗം വിളിച്ചു. ഒരു അജണ്ടയിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എംപിമാരുടെ യോഗത്തിൽ വെച്ച് ലീഗ് മാത്രം വേറെ പോയത് ശരിയായില്ല എന്ന ഒരു പരാമർശം, ദുസ്സൂചനയുള്ള പരാമർശം അദ്ദേഹം നടത്തി. ലീഗ് മാത്രമല്ല, മറ്റു പല സന്നദ്ധ സംഘടനകൾ സ്വന്തം നിലക്ക് ഇതിനകം വീട് പൂർത്തിയാക്കി അവിടേക്ക് താമസം മാറിയ ആളുകൾ വരെയുണ്ട്. പക്ഷേ ലീഗിനും വലിയ ഒരു സംഖ്യ സർക്കാരിൻ്റെ ലിസ്റ്റിൽ നിന്നും വലിയൊരു വിഭാഗം ആളുകൾ ലീഗിൻ്റെ പദ്ധതിയിലേക്ക് വന്നതുകൊണ്ടുകൂടി ആവണം മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. അദ്ദേഹം അതിനെതിരായി സംസാരിച്ചു. അപ്പോൾ ബോധപൂർവം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കമുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. 25 വീടുകൾ വാഗ്ദാനം ചെയ്ത ഡിവൈഎഫ്ഐ തുക സർക്കാരിന് കൈമാറി. 11 വീടുകൾ വാഗ്ദാനം ചെയ്ത ജംഇയ്യത്തുൽ ഉലമ 7 എണ്ണം പൂർത്തീകരിച്ചു. 4 എണ്ണം അവസാന ഘട്ടത്തിലാണ്. തമിഴ്നാട് മുസ്ലിം ജമാഅത്തുൽ ഉലമ 14 വീടുകൾ പൂർത്തീകരിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച 30 വീടുകളുടെ നിർമ്മാണം തുടങ്ങി. കൊല്ലം ഷാഫി 2 വീടുകൾ തുടങ്ങി. ഏതാനും വ്യക്തികളും വീട് നിർമ്മാണം പൂർത്തിയാക്കി. ജീവകാരുണ്യ പ്രവർത്തകനായ നാസർ മാനു എന്ന വ്യക്തി നൽകിയ സ്ഥലത്താണ് പല സംഘടനകളും വീടുകൾ വെച്ച് നൽകുന്നത്. ദുരിതബാധിതർക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചവർക്ക് തടസ്സമാകുന്നത് പട്ടയ പ്രശ്നങ്ങളാണ്. രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം ഇക്കാര്യത്തിൽ ഉദാരമായ സമീപനം സർക്കാർ സ്വീകരിക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, ചൂരൽമല.